ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബ്രോക്കർ ദാസനാണെങ്കിൽ രാജലക്ഷ്മി മാഡത്തിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം നേരെ പോകുന്നത് ഒരു നാരങ്ങ സോഡ കുടിക്കാനായിട്ട് കടയിലേക്കാണ്. അങ്ങനെ കടക്കാരൻ ദാസപ്പനോട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ദാസപ്പ രാജലക്ഷ്മി തമ്പുരാട്ടിയുടെ വീട്ടിലേക്കാണല്ലോ പോയിരിക്കുന്നത്, എന്തെങ്കിലും കോളുണ്ടോ? ആ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. എന്താണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിയിട്ടാണോ താൻ അങ്ങോട്ട് പോയത്? ഇതേ നോക്ക്, ആദ്യത്തെ 2 ആൺപിള്ളേർക്ക് നീയാണ് പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുത്തത്. വെറുതെ കാശ് കിട്ടുമെന്ന് പറഞ്ഞ് പെൺപിള്ളേരുടെ ജീവിതം നശിപ്പിക്കരുത്, അവരുടെ ശാപം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ, അതെ ഞാനൊരു ബ്രോക്കറാണ്, എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ ദാസപ്പൻ പറയുന്നു. ഇതേ നോക്ക്, ആ ചെറുക്കന്മാർക്ക് ഒരു പെണ്ണിനെ ഗർഭിണിയാക്കാനുള്ള ശേഷിയൊന്നുമില്ല, വെറുതെ എന്തിനാടോ താനായിട്ട് പെൺപിള്ളേരെ ഇങ്ങനെ ചതിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ദാസപ്പൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെ ഏർപ്പാടാക്കി കൊടുക്കും, അത് മാത്രമാണ് എൻ്റെ ജോലി. ഇനിയിപ്പോൾ താൻ എന്തൊക്കെ പറഞ്ഞാലും ശരി. ആ നടക്കട്ടെ. ആ 2 പെൺപിള്ളേർ ഇട്ടിട്ട് പോയതുപോലെ ഇതും ഇട്ടിട്ട് പോകാതിരുന്നാൽ മതി. ആട്ടെ, ആർക്കാ ഇപ്പോൾ പെണ്ണിനെ ആലോചിക്കുന്നത്? ഇളയതിനാണോ അതോ മൂത്തതുങ്ങൾക്കാണോ? ഇളയതിനാണ്. ആ അപ്പോൾ വിഷ്ണുവിനാണല്ലേ? ശരി. അങ്ങനെ ദാസപ്പനാണെങ്കിൽ അവിടെ നിന്ന് വേഗം തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കടക്കാരനാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അയാളുടെ ജോലിയിലേക്ക് തിരിക്കുന്നു. പിന്നീട് കല്ലുമോളാണെങ്കിൽ കളിച്ച് തുളസിയുടെ റൂമിലേക്ക് എത്തുകയാണ്. അയാളാണെങ്കിൽ ബാഗും മറ്റും ഒരു ടീപ്പോയിൽ വെച്ചിട്ടുണ്ട്. കല്ലുമോൾ അത് അറിയാതെ വലിച്ച് താഴേക്ക് ഇടുകയാണ്. ഈ സമയം അവിടെ തുളസി വരുന്നുണ്ട്. ഇത് കണ്ട് അയാൾക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. ഈ കൊച്ചിനെ കൊണ്ട് തോറ്റു, ഇതിന് നോക്കാൻ ഇവിടെ ആരുമില്ലേ? മീനാക്ഷി, പ്രസന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ വിളിച്ചു പോകുന്നു. അവിടേക്ക് മീനാക്ഷി വരുന്നുണ്ട്. കല്ലുമോൾക്ക് അറിയാൻ തുടങ്ങുന്നു. എന്താ അച്ഛാ, എന്താ പ്രശ്നം? നീ ഇത് കണ്ടോ? ഇതൊക്കെ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഈ കൊച്ചിനെ ഒരടക്കൊതുക്കൊക്കെ വേണ്ടേ? ഇതിനതൊക്കെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ, ഇതേ നോക്ക്, അച്ഛൻ പറയുന്നത് കേൾക്കാനാവുന്ന പ്രായമൊന്നുമല്ല അതിന്, ആകെ 9 മാസം ആയിട്ടുള്ളൂ. വെറുതെ എന്തിനാ അച്ഛൻ ഏത് സമയം നോക്കിയാലും എൻ്റെ മോളോട് ഇങ്ങനെ കണ്ണുരുട്ടിക്കൊണ്ട് നടക്കുന്നത്? അച്ഛാ, ഈ സ്വഭാവം ശരിയല്ല കേട്ടോ. എങ്കിലേ മോളോട് ഓരോന്ന് വിളിച്ചിടാതിരിക്കാനായിട്ട് പറയണം. എൻ്റെ റൂമിലേക്ക് പ്രത്യേകിച്ച് വരണ്ട. ഇനി മുതലേ എൻ്റെ മോൾ അച്ഛൻ്റെ റൂമിലേക്ക് വരില്ല. അതിനറിയില്ലല്ലോ ഇത് തുളസീധരൻ നായരുടെ റൂമാണെന്ന്. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ തന്നെ എൻ്റെ മോള് വലിച്ചയുടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേക്കെന്ന് പറയുകയാണ്. എന്താടി നീ എന്നെ കളിയാക്കുകയാണ്? കളിയാക്കിയതായിട്ട് കൂട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മോളുമായിട്ട് മീനാക്ഷിയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ തുളസീധരനാണെങ്കിൽ കല്ലുമോള് വലിച്ചയുടെ സാധനങ്ങളൊക്കെ പെറുക്കി അടുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ രാജലക്ഷ്മി മേഡത്തെ കാണാനായിട്ട് ദാസപ്പൻ വീണ്ടും വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് രാജലക്ഷ്മി മേഡം പറയുന്നുണ്ട്, ഇതേ നോക്ക് ദാസപ്പ, ഒരു കാര്യം ഞാൻ തീർത്തും പറഞ്ഞേക്കാം. ഈ സറോഗസി, വാടക ഗർഭം അതൊക്കെ മറ്റാരോടെങ്കിലും പോയി പറഞ്ഞാൽ മതി. ആ പെങ്കൊച്ചിന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് വിശ്വാസം വരാത്തത് മറ്റൊന്നാണ്. കുഞ്ഞിനെ ഏറ്റുവാങ്ങാനായിട്ട് വരുന്ന ദിവസം തന്നെ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ അച്ഛന് അപകടമുണ്ടായത്? അതുകൊണ്ട് വിശ്വസിക്കാനൊക്കെ കുറച്ച് പാടുണ്ടെന്ന് പറയുമ്പോൾ, അയ്യോ തുളസീധരൻ ചേട്ടൻ, ഏതാ ഈ തുളസീധരൻ ചേട്ടൻ? അത് ആ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛനാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളാണ്, തറവാടികളാണെന്നൊക്കെ പറയുമ്പോൾ, എന്നാലും എൻ്റെ വിഷ്ണുവിന് ചേരുന്ന പെണ്ണാണോ എന്ന് എനിക്കൊന്നറിയണം. അതിന് വിഷ്ണു വന്നതിന് ശേഷം പെണ്ണ് കാണാനായിട്ട് പോകാം. അതൊന്നും വേണ്ട, അവന് മുന്നേ എനിക്ക് ആ പെൺകുട്ടിയൊന്ന് കാണണം. അതെങ്ങനെയാണ് അമ്മ ചെന്ന് കാണുന്ന ആദ്യം? വേണ്ട, വീട്ടിലേക്ക് വരുന്നില്ല, ക്ഷേത്രത്തിലോ മറ്റോ ആ പെണ്ണ് വരുമല്ലോ, അപ്പം കാണാം. അയ്യോ, ആ പെൺകുട്ടി ഇതിന് ശേഷം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് വരണ്ട, ഇവിടെ എവിടെയെങ്കിലും ആ പെൺകുച്ചിനെ വരാനായിട്ട് പറയും. അതിന് ഞാൻ പോയി സംസാരിക്കുകയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണുക, അത്രമാത്രമെന്ന് രാജലക്ഷ്മി പറയുന്നു. വഴി ഉണ്ടാക്കാം, ഞാൻ തുളസി ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറയുകയാണ്. എങ്കിൽ ദാസപ്പൻ പോയിട്ട് വാ, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി ആണെങ്കിൽ ദാസപ്പനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. പിന്നീട് സ്ഥലക്കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് തുളസിയും ദാസനും കാണുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പറയുന്നുണ്ട്, ഇതിനാകെ ബ്രോക്കർ ഫീസായിട്ട് 1 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. നമ്മൾ 4 ബ്രോക്കർമാരാണുള്ളത്. ആളെ വിധം 25,000 രൂപ പോയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് ഒരു ലാഭമില്ല. പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥൻ ബലം പിടുത്തത്തിലാണ് നിൽക്കുന്നത്. സ്ഥലം വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള ബന്ധമല്ലേ ഏറ്റവും വലുത്. അതിനിടയിൽ നിൽക്കുന്ന ബ്രോക്കർമാർക്ക് എന്ത് പങ്കെന്നൊക്കെ അയാൾ ചോദിക്കുന്നത്. അതുകൊണ്ട് കൂട്ടിത്തരില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും തുളസിയേട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇതേ പഴപ്പി അങ്ങ് വിട്ടേക്കും. അയാൾക്ക് അത്ര വാശിയാണെങ്കിൽ വേണ്ട, നമ്മൾ ബ്രോക്കർമാരില്ലാതെ ഒരിക്കലും ഈ സ്ഥലമൊന്നും വിട്ടുപോകാൻ പോകുന്നില്ല. താനേ മറ്റേതെങ്കിലും കാര്യങ്ങൾ നോക്കാൻ ട്രൈ ചെയ്തൊക്കെ പറയുകയാണ്. പിന്നെ ഒരു സ്ഥലമുണ്ട്, അത് ഒത്തു വന്നാൽ കോളാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ തുളസിയും ദാസപ്പനും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയം ദാസനാണെങ്കിൽ രാജലക്ഷ്മി മാഡത്തിൻ്റെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതെ, തുളസിയേട്ടൻ പറഞ്ഞിരുന്നല്ലോ മോൾക്കൊരു വിവാഹാലോചന, ഒരു മേഡമുണ്ട്, അവർക്കൊരു മോനുണ്ട് വിഷ്ണു. ആ മേഡം പറയുന്നത് മീനാക്ഷിയെ കാണണമെന്നാണ്. അതിനെന്താ വീട്ടിലേക്ക് വരാൻ പറയേ? വേണ്ട, പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് വിഷ്ണുവിന് ഒത്തതാണെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് വരുള്ളൂ. എവിടെ വെച്ച് കാണാൻ? അതൊന്നും ശരിയാവില്ല, അതൊന്നും നടക്കില്ല എന്നൊക്കെ തുളസി പറയുമ്പോൾ, അത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാരല്ലേ, കുറച്ച് താഴ്ന്നേക്കാം. ഒരു കാര്യം ചെയ്യും, തുളസിയേട്ടൻ അവളെ അമ്പലത്തിലെവിടേക്കെങ്കിലും പോകാൻ പറയേ, ഞാൻ എങ്ങനെയെങ്കിലും
ആ മേഡത്തെ വിളിച്ച് കാണിച്ചു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല മീനാക്ഷി, അവളിപ്പോൾ അമ്പലത്തിലേക്കൊന്നും പോവാറില്ല. അതെന്താ പറഞ്ഞല്ലോ, ഈ കാര്യം നടന്നതിന് ശേഷം അവൾക്കാണെങ്കിൽ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന പരിപാടിയാണ്. കാര്യം അവൾ പുറത്തിറങ്ങിയാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും എന്നുള്ള പേടിയാണെന്നൊക്കെ പറയുമ്പോൾ വേണ്ട, പരിസരത്തുള്ള അമ്പലത്തിലേക്ക് പോകണ്ട, ഞാൻ പറയുന്ന അമ്പലത്തിലേക്ക് വന്നാൽ മതി എന്ന് തുളസിയോട് ദാസപ്പൻ പറയുന്നു. അങ്ങനെ അയാളാണെങ്കിൽ മനസ്സോട് കൂടിയിട്ട് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അന്നേ ദിവസം രാത്രി വീട്ടിലേക്ക് വരുന്ന തുളസി കാണുന്നത് കല്ലുമോളാണെങ്കിൽ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചുറ്റും തന്നെ ബിസ്ക്കറ്റ് ഇങ്ങനെ വാരി വിതറി ഇട്ടിരിക്കുകയാണ്. പക്ഷെ അയാൾക്ക് അത് കാണുമ്പോൾ സത്യത്തിൽ ദേഷ്യമാണ് വരുന്നത്. പ്രസന്നെ, മീനാക്ഷി, ഇവിടെ ആരുമില്ലേ? ഈ സാധനത്തെ ഒന്ന് നോക്കാനായിട്ട് ഇങ്ങനെയാണോ കൊച്ചുങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാളാണെങ്കിൽ നിലവിളിക്കുന്നു. പ്രസന്നയാണെങ്കിൽ ആകെ പേടിച്ച് അകത്തു നിന്ന് ഓടി വരുന്നുണ്ട്. എന്താ മനുഷ്യ, ഈ കൊച്ചു കാണിച്ചിരിക്കുന്നു നോക്കിയേ, ഇതെന്താ കളയാതെ ഭക്ഷണം കഴിക്കാനായിട്ട് ഈ കൊച്ചിന് അറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായോ, പിന്നെ അതൊരു കുഞ്ഞല്ലേ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞാണെങ്കിൽ റൂമിലിട്ട് വളർത്തണം, അല്ലാതെ ഇവിടെ വരാന്തയിൽ വലിച്ചു വാരി ഇടല്ല വേണ്ടത്, എല്ലാം അവിടെയും വൃത്തികേടാക്കി വെക്കല ഇതിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് തുളസിയാണെങ്കിൽ ശപിക്കുന്നു. അവിടേക്ക് മീനാക്ഷി വരുന്നുണ്ട്. എന്താ അച്ഛൻ എൻ്റെ മോളെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ, അതെന്ത് ചെയ്തു? അതിനെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ മോളെ റൂമിലിട്ട് വളർത്തിയാൽ മതി, ഇങ്ങോട്ടൊന്നും ഇറക്കാൻ നിൽക്കണ്ട, എല്ലാം അവിടെയും വൃത്തികേടാക്കി വെക്കുകയാണ്. പ്രസന്ന പറയുന്നുണ്ട്, ഇവിടേക്ക് ഞാൻ ലോഷൻ ഇട്ട് തുടച്ചോളാം എന്ന്. അങ്ങനെ മീനാക്ഷി പറയുകയാണ്, അച്ഛൻ എന്താ എൻ്റെ മോള് മാത്രം റൂമിലിരുന്നാൽ മതിയോ, അതോ ഞാൻ റൂമിലിരിക്കണോ? അച്ഛൻ എന്നോടത് പറയാൻ മടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തുളസി പറയുകയാണ്, നീ എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഈ കുഞ്ഞിനോട് അച്ഛൻ കാണിക്കുന്നത് ശരിയല്ല. എൻ്റെ മോളെ ഞാനിനി അച്ഛൻ്റെ കൺവെട്ടത്ത് കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞുമായിട്ട് മീനാക്ഷി അകത്ത് പോകാൻ നിൽക്കുമ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, നീ ഇങ്ങനെ കടന്ന് ചിന്തിക്കല്ലേ എന്ന്. അമ്മയെ പലയിടത്തും കണ്ണടച്ച് പോവുകയാണ്, അച്ഛൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടൊന്നല്ലല്ലോ എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന മനുഷ്യ എന്നിങ്ങനെ പ്രസന്നയാണെങ്കിൽ തുളസിയോട് ചോദിക്കുന്നു. തുളസിയാണെങ്കിൽ ആകെ തല ചൊറിഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് പോകുന്നു. രാത്രിയായി. ഉറങ്ങുന്ന സമയം തുളസിയാണെങ്കിൽ നെറ്റിയിൽ വിക്സൊക്കെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കാണെങ്കിൽ നല്ല തലവേദന. അവിടേക്ക് പ്രസന്ന വരുന്നുണ്ട്. പ്രസന്നയോട് കുറച്ച് വെള്ളം എടുത്തരാനായിട്ട് തുളസി പറയുന്നുണ്ട്. പ്രസന്ന എടുത്തു കൊടുക്കുന്നു. പിന്നീട് മീനാക്ഷിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. മീനാക്ഷി പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലല്ലേ? ഇല്ല, അവിടെ ഇറങ്ങാറില്ലെന്ന് നിങ്ങൾക്കറിയാലോ. ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരുന്നാൽ മതിയോ? നിങ്ങൾക്കെന്താ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? ഞാൻ അവളോട് പറയാറുള്ളതാ ജൗളിക്കടയിലേക്ക് പോയിട്ട് അവൾക്കും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് പൈസ തരാമെന്ന്. പക്ഷേ മീനാക്ഷി ഇത് കേൾക്കാറില്ല എന്നിങ്ങനെ പ്രസന്ന പറയുമ്പോൾ എങ്കിലേ ഒരു കാര്യം ചെയ്യേ, അവളെ ക്ഷേത്രത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറയും. എപ്പം മുതലാ മക്കളെക്കുറിച്ച് ഈ ചിന്തയൊക്കെ വന്നത്? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കളല്ലേ അവരെക്കുറിച്ച് എനിക്ക് ചിന്തയില്ലാതിരിക്കുമോ? മീനാക്ഷിയുടെ ചില സമയത്ത് സ്വഭാവമൊക്കെ കാണുമ്പോൾ അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന് ഒരുപാട് തവണ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ല, ഏതമ്പലത്തിലേക്ക് പോകേണ്ടത്? ഇവിടുത്തെ അമ്പലങ്ങളിലേക്കൊന്നും പോകണ്ട, ഞാൻ പറയുന്ന അമ്പലത്തിലേക്ക് പോയാൽ മതി. അതെന്താ, നിങ്ങളവിടെ വല്ല വഴിപാടും മറ്റും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തുളസിയാണെങ്കിൽ കഴിച്ചിട്ടുണ്ട്, അവൾ നാളെ പോയിട്ട് പ്രസാദം വാങ്ങിയാൽ മതിയെന്ന് പറയുന്നു. എന്തായാലും പ്രസന്ന മീനാക്ഷിയോട് പറഞ്ഞു നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുളസി പറയുകയാണ്, എനിക്ക് നന്നായി തന്നെ തലവേദനിക്കുന്നു, ഞാനിന്ന് കിടക്കട്ടെ എന്ന്. അങ്ങനെ അയാൾ കിടക്കുന്നു. അങ്ങനെ ബ്രോക്കർ ദാസപ്പനും രാജലക്ഷ്മി മേഡവും കാറുമായിട്ട് മീനാക്ഷി വന്നിരിക്കുന്ന അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ബ്രോക്കർ പറയുകയാണ്, മീനാക്ഷി അവിടെ ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന്. ഈ സമയം മീനാക്ഷി ആണെങ്കിൽ അവിടെയൊക്കെ തന്നെ തൊഴുത് വലം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷിയെ കാണുമ്പോൾ ബ്രോക്കർ ആണെങ്കിൽ വേഗം തന്നെ മേഡത്തിനോട് വന്ന് പറയുന്നുണ്ട്, മേഡം പെൺകുട്ടി വന്നിട്ടുണ്ട്, കാണാമെന്ന്. അങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് രാജലക്ഷ്മി ആണെങ്കിൽ കാറിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഈ സമയം മീനാക്ഷി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തിരികെ വരുന്നുണ്ട്. അവളാണെങ്കിൽ ആ സങ്കടകരമായിട്ടുള്ള കാഴ്ച കാണുന്നു. ഒരു വയസ്സായ സ്ത്രീ ആകെ ക്ഷീണിച്ച് കിണറ്റിൻ്റെ ചോട്ടിൽ വന്നിരിക്കുകയാണ്. മീനാക്ഷി വേഗം തന്നെ അവർക്കരികിലേക്ക് പോകുന്നു. ഈ സമയം രാജലക്ഷ്മിക്കാണെങ്കിൽ മീനാക്ഷിയെ കണ്ടപാടെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരാണെങ്കിൽ മീനാക്ഷിയുടെ പ്രവൃത്തികളൊക്കെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രോക്കറും. അങ്ങനെ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് അവർ പറയുകയാണ്. വേഗം തന്നെ മീനാക്ഷി കിണറ്റിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള പ്രസാദത്തിലുള്ള പഴമൊക്കെ എടുത്ത് കഴിക്കാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ ആയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രാജലക്ഷ്മി മേഡം മീനാക്ഷി ചെയ്യുന്ന ഈ നന്മയുള്ള പ്രവൃത്തിയൊക്കെ കണ്ട് അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് ബ്രോക്കറോട് പറയുന്നുണ്ട്, കൊള്ളാം പെൺകുട്ടി എന്ന്. കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. ബ്രോക്കറിന് സമാധാനമാവുന്നുണ്ട്. പിന്നീട് മീനാക്ഷി ആ അമ്മയോട് യാത്ര പറഞ്ഞ് രാജലക്ഷ്മിയുടെ മുന്നിലൂടെ പോകുന്നുണ്ട്. രാജലക്ഷ്മി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മറന്നു നിൽക്കുകയാണ്. എന്തായാലും അവർക്കാണെങ്കിൽ മീനാക്ഷിയെ ഒത്തിരി ഇഷ്ടപ്പെടുകയാണ്. ഇനിയിപ്പോൾ ഈ വിഷ്ണു ആരാണ്, നമ്മുടെ കഥാനായകനാണോ എന്നറിയാനായിട്ട് കാത്തിരിക്കാം. നാളത്തെ എപ്പിസോഡിനായിട്ട് ബൈ ബൈ.